നമസ്കാരം. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദനക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പാല് പോലെ പരിശുദ്ധമായിരിക്കണം. മനുഷ്യരും അങ്ങനെ ആയിരിക്കണം, ബിസിനസ്സും അങ്ങനെ ആയിരിക്കണം. ഈ സംവാദത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരം പരിശുദ്ധമായ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സെക്കുറിച്ചാണ്. മറ്റാരുമല്ല, കേരളത്തിലെമ്പാടും കേരളത്തിന് വെളിയിലും പടർന്നുകൊണ്ടിരിക്കുന്ന ഇളനാട് മിൽക്ക് എന്ന സംരംഭത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സജീഷ് കുമാറാണ്. അദ്ദേഹത്തെ സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. ഇളനാട് മിൽക്ക് വളരുകയാണ്. എങ്ങനെയാണ് ഇളനാട് മിൽക്കിൻ്റെ ഒരു വരവിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ ഏകദേശം 2018 ജനുവരി 26 നമ്മൾ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണത്. തൃശ്ശൂരാണ് പ്ലാന്റുകൾ. 2018. ഇപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഡയറക്റ്റ് ഡിപ്പോയും അത് മുഖേന ഏകദേശം ഒരുവിധം എല്ലാ ഷോപ്പുകളിലേക്കും നമുക്ക് നമ്മുടെ ഒരു പ്രസൻസ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാടും കുറച്ച് സ്ഥലങ്ങളിലേക്ക് സപ്ലൈ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ UAE, മിഡിൽ ഈസ്റ്റ് ഒരുവിധം എല്ലായിടത്തും നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഗീയാണ് പോണത് അവിടേക്ക്. പിന്നെ ആൻഡമാൻ, നിക്കോബാർ അവിടെയും പോർട്ട് പ്ലെയർ അവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അവിടെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ തൈര് അങ്ങനെ മറ്റു പ്രൊഡക്ട്സുകളൊക്കെ അവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ വരെയുള്ള മാർക്കറ്റാണ് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ കവറപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യണത്. ഈ ഇളനാട് എന്ന സംരംഭത്തിൻ്റെ ഒരു പിറവി എങ്ങനെയാണ്? ഇളനാട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓട്ടോമാറ്റിക് നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു തൃശ്ശൂർ പഴയന്നൂർ പഞ്ചായത്തിൽ ആണ് ഇളനാട് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. പഴയന്നൂർ പഞ്ചായത്ത്. ആ സ്ഥലത്തിന്റെ പേരിലാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. അതെ അതെ. ആ സ്ഥലത്ത് ആ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തായതുകൊണ്ടാണ് ആ സ്ഥലത്ത് നമ്മുടെ ബ്രാൻഡിന് ആ പേരിട്ടത്. പിന്നെ ഈ ഇളനാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പാൽ പരിശുദ്ധി എന്ന് കണക്ട് ചെയ്യണ പോലെ തന്നെ ഇളനാടിന് ഒരു പരിശുദ്ധിയുടെ ഒരു പേരാണ് ശരിക്കും. ഫോർ എക്സാമ്പിൾ ആ നാട്ടിൽ നിന്ന് ഒത്തിരി പച്ചക്കറികളായാലും ഒത്തിരി കാര്യങ്ങളായാലും കോട്ടയം അതുപോലെ കേരളത്തിൻ്റെ പല ജില്ലകളിലേക്കും വെജിറ്റബിൾസ്, പ്യുവർ വെജിറ്റബിൾസ് പോകുന്ന ഒരു സ്ഥലമാണ് ഇളനാട്. അതേപോലെ തന്നെ ഈ പേര് ഇളനാട് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ വാഴയിലായാലും ഇളക്കൂമ്പ്, അപ്പോൾ ആ ഇളനീര്, അപ്പോൾ അത്രയും ആ ഒരു പവിത്രത ഒരു പേര് ഇളനാടിന് ഒരു ഉണ്ട്. അപ്പോൾ ആ ഒരു പേരും നമ്മുടെ പ്രൊഡക്റ്റും അതേപോലെ നമ്മൾ പരിശുദ്ധിയോടെ തന്നെ മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേരും നമ്മുടെ പ്രൊഡക്റ്റും തമ്മിൽ കറക്റ്റായിട്ട് സൂട്ടാവാനും അതൊരു മാർക്കറ്റിൽ നല്ല രീതിയിൽ സക്സസ് ആവാനും കാരണം. ഈ പാലെന്നുള്ളത് ഏറ്റവും റിസ്കി പ്രോഡക്റ്റ് ആണ്. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ കളക്ട് ചെയ്ത് സംസ്കരിച്ച് നിശ്ചിത കേന്ദ്രങ്ങളിൽ എത്തിക്കണം. അപ്പോൾ അത്രയ്ക്കൊരു റിസ്കിയായ ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു ആക്ച്വലി ഞാനത് സ്റ്റാർട്ട് ചെയ്യണ എൻ്റെ ഒരു +2 ടൈമിലാണ്. നോർമലി ഞാൻ സൈക്കിൾമയാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്. ഞാൻ പത്രത്തിൻ്റെ കൂടെ പാലിട്ടിട്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം ഞാൻ ഒത്തിരി വർഷം അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ ഈ 2018 സ്വന്തമായ ഒരു പ്ലാന്റിലേക്ക് പോണത്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോസസ്സും മെയിനായിട്ട് നമ്മൾ വരുന്നത് സോഴ്സിംഗ് ആണ്. കർഷകരിൽ നിന്ന് നേരിട്ടാണ് നമ്മൾ പാല് സോഴ്സ് ചെയ്യുന്നത്. ഏകദേശം നമുക്കൊരു 40,000 മേലെ കർഷകർ നമുക്കൊരു ഏകദേശം 500 സൊസൈറ്റിയിലേക്ക് നമ്മുടെ ഡെയിലി പാല് കൊടുന്ന് വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണോ? കേരളം തമിഴ്നാടും കൂട്ടിയിട്ട് നമ്മൾ ഏകദേശം 40 എബോവ് ഫാർമേഴ്സ് ഉണ്ട്. അവരിൽ നിന്ന് നമ്മൾ ഈ ഒരു നമ്മുടെ 400 സംതിങ് സൊസൈറ്റിയിലേക്ക് 400-500 ഇടയിലുള്ള സൊസൈറ്റിയിലേക്ക് ഇവർ പാല് മോർണിംഗും ഈവനിങ്ങും വരും കളക്ട് ചെയ്യും. ആ ശേഷം അത് നമ്മൾ ടാങ്കറിൽ ചില്ല് ചെയ്തിട്ടാണ് നമ്മൾ പാല് നമ്മുടെ വരുന്നത് പ്ലാന്റിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സ്വന്തം പ്ലാന്റിൽ തന്നെ 16 ടൈപ്പ് ഓഫ് ക്വാളിറ്റി ചെക്കിങ് ശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഡെസ്പാച്ച് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ ഓൺ വെഹിക്കിൾ ത്രൂ തന്നെയാണ് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സോഴ്സിങ്ങും അതേപോലെ തന്നെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഓൺ നെറ്റ്വർക്ക് കൊണ്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പ്യൂരിറ്റി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ഡയറികളെ അപേക്ഷിച്ച് നമ്മൾ എല്ലാ പ്രോസസ്സും നമ്മൾ ഓണായിട്ട് ചെയ്യണോണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും വളരെ നല്ല രീതിയിൽ എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പാല് പല കർഷകരും തരുന്നത് പല ക്വാളിറ്റിയിലായിരിക്കുമല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ്?
ഈ ക്വാളിറ്റി നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കർഷകൻ തരുന്ന പാല് അപ്പം തന്നെ നമുക്കതിൽ എന്താണ് ഫാറ്റ്, എത്രയുണ്ട് SNF, എത്ര വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ നമ്മുടെ മെഷീനറി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് എത്രയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും അപ്പം തന്നെ കൊടുക്കും. അത് ഓട്ടോമാറ്റിക് നമ്മൾ അത് അവിടെ ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു സൊസൈറ്റിയിൽ നിന്ന് വരുന്ന പാല് നമ്മൾ ഓരോ ക്യാനുകളും വളരെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ലാബ് ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ചില്ലിങ് സെൻറ്ററിലേക്ക് ഈ പാലെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ചില്ലിങ് സെൻറ്ററിൽ നിന്ന് വരുന്ന പാലും ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേജ് വൈസ് ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ സോഴ്സ് ചെയ്യുന്ന പാലിൻ്റെ ക്വാളിറ്റി വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഏറ്റവും ബോട്ടം ലെവൽ പോയിട്ട് നമ്മളത് ക്ലിയർ ചെയ്യും. അപ്പോൾ അത്രയും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കും ഒരു ക്വാളിറ്റി ചെക്കിംഗ് ടീമും നമുക്ക് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ മിൽമ സൊസൈറ്റി പോലുള്ള സെയിം അതാണ്. നമ്മളൊരു നാട്ടിൽ നമുക്ക് ഒരു സൊസൈറ്റി ഉണ്ടാവും. ആ നാട്ടിലത്തെ എല്ലാ കർഷകരും വന്ന് ആ സൊസൈറ്റിയിൽ പാലൊഴിക്കും. ആ സൊസൈറ്റിയിൽ നിന്നാണ് ചില്ലിങ് സെൻറ്ററിലേക്ക് പാല് വരാം. നമുക്ക് അങ്ങനെ ടോട്ടൽ ഇപ്പോൾ എത്ര സൊസൈറ്റികളുണ്ട്? നമുക്ക് നിയർ ടു 500-ന്റെ അടുത്ത് വരും. 500 സൊസൈറ്റിയുടെ അടുത്ത് നമുക്ക് ഉണ്ട്. ഈ പാൽ രംഗത്ത് അധികം വിജയഗാഥകൾ നമ്മൾ കേട്ടിട്ടില്ല. ആകെ പാൽ രംഗത്ത് വിജയിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യം വരുന്നത് സംസ്ഥാന സംരംഭമായ മിൽമ, അത് കഴിഞ്ഞ് വരുന്നത് അമുല, അത് ഗുജറാത്തിൽ നിന്നുള്ള അമുലാണ്. അപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ് ഇളനാട് എന്നുള്ള പേര് ആ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ പ്രോഡക്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് ഇളനാടിൻ്റെ? നമ്മുടെ ഒരു വിഷൻ തന്നെ അതാണ്. ഒരു 10 വർഷം കൊണ്ട് പാൻ ഇന്ത്യ ഒരു 5 ബ്രാൻഡുകളിൽ ഒരു സ്ട്രോങ് ബ്രാൻഡായി മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ കേരളത്തിൽ നമുക്കത് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൗത്ത് ഇന്ത്യ ഒരു 2 വർഷം കൊണ്ട് ആ ലെവലിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ആഗ്രഹം. അതിനുശേഷം നമുക്ക് ഓൾ ഇന്ത്യ ഒരു ഓപ്പറേഷനും കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. നമ്മുടെ വിഷൻ ശരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സൗത്ത് ഇന്ത്യയിലേക്കുള്ള നമ്മുടെ പ്രോജക്റ്റുകൾ എങ്ങനെയാണ്? സൗത്ത് ഇന്ത്യ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ വരെയുള്ള ഓപ്പറേഷനാണ് ഈ വർഷം നമ്മൾ ഇനീഷ്യലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് നമ്മൾ കോയമ്പത്തൂർ, പൊള്ളാച്ചി, പഴനി, ദിണ്ടിക്കൽ വരെയുള്ള ഏരിയകൾ, മധുര വരെയുള്ള ഏരിയകൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ കുറച്ചുകൂടിയും സേലം, നാമക്കൽ, അതേപോലെ തന്നെ ചെന്നൈ, മധുര വരെയുള്ള, ബാംഗ്ലൂർ വരെയുള്ള ബാക്കിയുള്ള ഓപ്പറേഷനും കൂടിയും നമ്മൾ ഈ വർഷം ഡെവലപ്പ് ചെയ്യും. ഈ വീടുകളിൽ പശു വളർത്തൽ എന്നുള്ളതൊരു സംരംഭം കുറഞ്ഞു വരികയാണ്. ഒരുപാട് കാരണങ്ങളുണ്ടാകും. ആ സ്ഥാനത്ത് ഈ ഫാമുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത് ഏത് രീതിയിലുള്ള സംവിധാനത്തെയാണ് പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കാരണം എപ്പോഴും നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡിവിജ്വൽ ഫാമിങ്, അതായത് ഇൻഡിവിജ്വൽ ഒരു വീട്ടിൽ പശുവിനെ വളർത്തുന്നതിന് കുറേ തടസ്സങ്ങൾ ഓട്ടോമാറ്റിക് നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അത് വലിയൊരു ഫാമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് അത് വഴിവെക്കാൻ കാരണം അത് തന്നെയാണ്. ഓട്ടോമാറ്റിക് ഫാമിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ കുറച്ചുകൂടി കേരളത്തിൽ നന്നായിട്ട് പോവുക. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തിൽ സ്പേസ് വളരെ ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു സ്റ്റേറ്റുകളിൽ പോലും ഈ ഫാമിങ്ങും അതേപോലെ തന്നെ വീടുകളിലാണെങ്കിലും പശുക്കൾ കൂടുതൽ വളർത്തുന്നതും ഫാമിങ്ങും മറ്റു സ്റ്റേറ്റുകളാണ്. ഫോർ എക്സാമ്പിൾ കേരള, കർണാടക, ആന്ധ്ര ആ ഏരിയയിലേക്കൊക്കെ കൂടുതൽ ഈ പശുവിൻ്റെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ അത് പ്രൊഡക്ഷനും അവിടെ മിൽക്കിൻ്റെ പ്രൊഡക്ഷനും അവിടെ കൂടാൻ കാരണം അതാണ്. നമുക്കതിന് കുറച്ച് കുറവുകളുണ്ട്. നമ്മുടെ ഒരു ഏരിയ ബേസിലും നമ്മുടെ മറ്റു കോസ്റ്റ് ബേസിലും പശുവിൻ്റെ വളർത്തലിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കേരളത്തിലെ പാല് കിട്ടുന്നതിന് വലിയ തടസ്സമല്ലേ? കേരളത്തിൽ ഇല്ല, അത് നല്ല രീതിയിൽ തന്നെ കേരളത്തിലും പാല് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പശുവിനെ കൊണ്ടും പാല് വിറ്റും ഒരു കുടുംബം കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇതേ പാല് കൊണ്ട് തന്നെ കോടികൾ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സിലേക്കാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ അതിനുള്ള ഒരു രസതന്ത്രം എന്താ? അല്ല, ഇത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരു 100 കമ്പനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഡയറി ഇൻഡസ്ട്രിയിൽ ഒരു 90% സക്സസ് ആർക്കും ചെയ്യാൻ പറ്റിയില്ല. ഒരു 10% കമ്പനിക്കാണ് കുറച്ച് നാളെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. കാരണം ഇത് വളരെ വളരെ ശ്രദ്ധയോടെയും വളരെ പ്രൊഫഷണലിസത്തിലും ചെയ്യേണ്ട ഒരു സംരംഭം കൂടിയാണ്. കാരണം ഡെയിലി ഇതിനെ കറക്റ്റായിട്ട് ഒരു ദിവസം തന്നെ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നു പോവാണ്. ഈ പ്രോസസ്സിൽ എല്ലാത്തിലും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ.
ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും പല ഈ കമ്പനികൾക്കും ഇത് ചിലപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഫൈനൽ കൺസ്യൂമറുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അതിൽ വലിയൊരു പരാജയം വരും. അത് ഓട്ടോമാറ്റിക് അത് വലിയൊരു പരാജയത്തിലേക്ക് പോകും. പിന്നെ ഇന്നത്തെ ബിസിനസ്സിൻ്റെ ബാക്കിയുള്ള കുറച്ച് തടസ്സങ്ങളും ഓട്ടോമാറ്റിക് ഈ ഇൻഡസ്ട്രിക്കും വരും. ഇടയ്ക്ക് പറഞ്ഞു പത്രം വിറ്റ് അല്ലെങ്കിൽ അതിനോടൊപ്പം പാലും കൊടുത്തു തുടങ്ങിയൊരു ലൈഫാണ് താങ്കൾ. അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പിന്നെ ബ്രാൻഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് മാറുമ്പോൾ അവർ പിന്നിട്ട ചില വഴികളുണ്ട്. ആ വഴികൾ എങ്ങനെയാണ്? അത് പ്രത്യേകിച്ച് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒന്നുകൂടി കൂട്ടണം, പ്രൊഡക്റ്റുകളിലെ SKUs കൂട്ടണം, ഏരിയ കൂട്ടണം, സപ്ലൈ ഏരിയ കൂട്ടണം. ഇങ്ങനത്തെ ഒരു ആഗ്രഹമാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഇങ്ങനത്തെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത് കൂടും, ഓട്ടോമാറ്റിക് ടേൺ ഓവർ കൂടും, പേര് കൂടും. ഇതൊക്കെ ഓട്ടോമാറ്റിക് അതിൻ്റെ ഒപ്പം വന്നതാണ്. ഈ വീട്ടിൽ പശു വളർത്തലായിട്ടായിരുന്നു ഫാമായിട്ടായിരുന്നു? ശരിക്ക് അങ്ങനെ വീട്ടിൽ പശു വളർത്തൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ താമസിക്കുന്നതിനാകെ 3 സെൻറ്റ് സ്ഥലത്തിലാണ്. എൻ്റെ ഒരു ബാല്യകാലം മുതൽ കല്യാണം കഴിക്കണ വരെ 3 സെൻറ്റ് സ്ഥലത്തിലാണ്. ആ 3 സെൻറ്റിൽ ആകെ ഒരു തെങ്ങിനുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉല്ലൂരാണ്, ശരിക്ക് തൃശ്ശൂർ ഉല്ലൂരാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പം എൻ്റെ ഒരു ചെറുപ്പകാലം മുതൽ ഏകദേശം കല്യാണം കഴിക്കണ വരെ ആ 3 സെൻറ്റ് സ്ഥലത്തിലാണ്. അപ്പോൾ അവിടെ പശുവിന് പോയിട്ട് കോഴിക്ക് പോലും നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ പാല് കച്ചവടത്തിലേക്ക് എങ്ങനെയാണ്? അത് ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞില്ല, പത്രം സപ്ലൈ ചെയ്യുമ്പോൾ പാക്കറ്റ് പാല് തന്നെ പത്രത്തിനൊപ്പം സപ്ലൈ ചെയ്ത ഏജൻസിയാണ്. അവിടെ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു സംരംഭം എന്നുള്ള നിലയിലേക്ക് എന്നാ ആലോചിച്ചേ? അതിനൊരു പ്രത്യേകിച്ച് റീസൺ വല്ലതും ഉണ്ടായിരുന്നു? അത് ഓട്ടോമാറ്റിക് ഞാൻ ഈ മിൽക്ക് സപ്ലൈ ചെയ്തിട്ട് ഡിഗ്രിയും അതുപോലെ MBA MPhilഉം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഈ എഡ്യൂക്കേഷൻ ഒരു സൈഡിൽ പൂവും തോറും ഞാൻ ഈ പാലിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈക്കിളിൽ നിന്ന് സ്കൂട്ടറായി, സ്കൂട്ടറിൽ നിന്ന് 3 വീലറായി, 3 വീലറിൽ നിന്ന് 4 വീലറായി. അപ്പോൾ പഠിക്കുമ്പോഴും തന്നെ ഇതൊരു പാരലായിട്ട് ഇതിനെയും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പഠിപ്പ് മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ഈ ഒരു ഇൻഡസ്ട്രിയോടുള്ള പാഷൻ കൊണ്ടാണെന്ന് വിചാരിക്കാം നമ്മൾ മുഴുവനായിട്ടും ഈ ഇൻഡസ്ട്രീനെ തന്നെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയും നോക്കി കഴിഞ്ഞാൽ അറിയാം, ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യത്തിലായിരിക്കും ആ വ്യക്തി എന്തെങ്കിലും തുടങ്ങാം. ആ തുടങ്ങുന്നതും വളർത്താം. ഒരു പരിചയമില്ലാത്ത ഒരു ഏരിയയിലേക്ക് സാധാരണ വ്യക്തികൾ പോവില്ല. അപ്പോൾ അവർക്ക് പല അറിവുകളും ആ ഇൻഡസ്ട്രി ആയിട്ട് അവിടെ നിന്ന് കിട്ടണതായിരിക്കാം. അങ്ങനെയാണ് ആ വ്യക്തികൾ ഓട്ടോമാറ്റിക് ആ വ്യക്തികളുടെ റൂട്ട് ക്ലിയർ ആവുന്നത്. അങ്ങനെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, പഠിക്കാൻ മോശമായവരാണ് ഇടാ പശുവിനെ വാങ്ങിച്ചു തരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഉണ്ടായി? അല്ല, കളിയാക്കലൊക്കെ നന്നായിട്ടുണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ MBA MPhil കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ നാട്ടുമ്പുറത്ത് ഇത്രയും എഡ്യൂക്കേഷനുള്ള ഒരാൾ ഒരു 3 വീലർ ഓടിച്ച് കടകളിലേക്ക് പാല് സപ്ലൈ ചെയ്യുമ്പോൾ ആരും ചോദിക്കും, നാട്ടുമ്പുറത്ത് ചോദിക്കുന്ന ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഒരു പാഷൻ കൊണ്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ, മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ നമ്മളൊരു ജോലി നോക്കി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ വരില്ല. ഏകദേശം ഒരു 1100 പേർക്ക് ജോലി കൊടുക്കാനും നമുക്ക് കഴിയില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കണം. അപ്പോൾ മൈൻഡ് ചെയ്യാണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. യഥാർത്ഥത്തിൽ ഒരു 2ാം സ്റ്റേജിലാണല്ലോ ഇളനാട് ഒരു ബ്രാൻഡായിട്ട് മാറുന്നത്. അതെ അതെ. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പിന്മാറാൻ തീരുമാനിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഒരു വലിയ നിരാശ ബാധിച്ചൊരു ഘട്ടം എങ്ങനെയായിരിക്കും? എങ്ങനെയാ ആ ഒരു സമയത്ത് തരണം ചെയ്തേ? അത് ആക്ച്വലി ഇളനാടിൻ്റെ മുമ്പ് ഞാൻ MPhil കഴിഞ്ഞ് പൊള്ളാച്ചിയിൽ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യൂണിറ്റാണ് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടിരുന്നത്. കാരണം അത് അന്ന് നമ്മൾ വേറൊരു ബ്രാൻഡ് നെയിം മാറുന്നു. ആ ഒരു സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു 25-26 വയസ്സുള്ളൂ. അപ്പോൾ ആ സമയത്താണ് മുല്ലപ്പെരിയാർ പ്രശ്നങ്ങളും ഒത്തിരി സമരങ്ങളും ഹർത്താലുകളൊക്കെ വരുന്നത്. അപ്പം നമുക്ക് പാല് കർഷകരിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന പാല് ഇവിടെ വിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർഷകരിൽ നിന്ന് കാലത്തും വൈകിട്ടും നമ്മൾ എടുക്കേണ്ട പാല് എടുത്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാല് നമുക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനും അതിൻ്റെ ബാധ്യതകളും നമുക്ക് ഒത്തിരി വന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ പക്വത കൊണ്ട് അന്ന് നമുക്ക് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം ഏകദേശം ഒരു 9 വർഷത്തിന് ശേഷമാണ്
ഇളനാട് എന്ന് പറഞ്ഞ ഒരു സംരംഭം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഈ മുല്ലപ്പെരിയാർ പ്രതികൂലമായി ബാധിച്ച ഒരു സംരംഭകനാണ് നമ്മൾ. അതെ അതെ അതെ, ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അത് ഏത് തരത്തിലാണ് പ്രധാനമായിട്ട് നമുക്കത് തടസ്സമായിരുന്നത്? പാലിങ്ങോട്ട് പൊള്ളാച്ചിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തവരാണോ? അതല്ല, ഓട്ടോമാറ്റിക് 2 സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ വണ്ടികൾ ഓടിക്കുന്നതിനും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കർഷകരിൽ നിന്ന് സോഴ്സ് ചെയ്യുമ്പോഴും KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തടഞ്ഞു നിൽക്കുക, ചിലപ്പോൾ അത് എന്തെങ്കിലും ആ വണ്ടിയുമ്പോൾ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മളന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മാറി, നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ 2 സ്റ്റേറ്റും തമ്മിൽ കിട്ടുന്നത്. ഈ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളായിട്ടെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ളൊരു അനുഭവം? അങ്ങനെ സംസ്ഥാനത്ത് വലിയ മാറ്റം തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങിയ ഇനീഷ്യലി സമയത്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു 1-2 വർഷമായിട്ട് അത് വളരെ വലിയൊരു രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ വ്യവസായ വകുപ്പ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു സംരംഭകനും ഒരു സംരംഭം തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസികൾ ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അവരെ കൂടെ നിൽക്കാനും ഇപ്പോൾ വ്യവസായ വകുപ്പിന് നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. മുമ്പ് അത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വലിയൊരു രീതിയിൽ, ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സംഭവമാണ്, വല്ലാത്തൊരു രീതിയിൽ ഇപ്പോൾ ഒരു സംരംഭകനെ മറ്റു രീതികളിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ 95% ഇല്ല. എൻ്റെ ഒരു അനുഭവത്തിൽ 95% ഇല്ല. പിന്നെ ആ മുമ്പത്തെ ആ പേര് ദോഷം ഇപ്പോഴും നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇല്ല. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റർപ്രനേഴ്സിനെയും വ്യവസായികർക്ക് കൺസിഡർ ചെയ്യണം. നല്ലൊരു മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തമിഴ്നാടിനെ കമ്പയർ ചെയ്യുമ്പോഴും കേരളം ഇപ്പോൾ നല്ല രീതിയിൽ വ്യവസായ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സംരംഭം കൊണ്ട് എത്ര പേർക്ക് ഉപജീവനമാവുന്നുണ്ട്? ഏകദേശം നമ്മളൊരു 1100 നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് 1100 സ്റ്റാഫുകൾ, നമുക്ക് 100 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ എവിടെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ? എവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് പ്ലാന്റ്, നമ്മുടെ മെയിൻ പ്രോസസ്സിങ് പ്ലാന്റ്. അവിടെ നമുക്ക് അഗ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ ഉണ്ട്, അതായത് ബാറ്റർ, ചപ്പാത്തി, ആ ഒരു ഡിവിഷൻ ഉണ്ട്. മിൽക്ക് പ്രോഡക്ട്സ് കൂടാതെ അതൊരു 8 ഏക്കർ ലാൻഡിലാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത്. അവിടെ മിൽക്കിൻ്റെ പ്രോസസ്സിങ് പ്ലാന്റും ഉണ്ട്, ഐസ്ക്രീമിൻ്റെ പ്രോസസ്സിങ് പ്ലാന്റ് ഉണ്ട്, പ്ലസ് നമ്മളെ അഗ്രോ എന്ന് പറയും, ബാറ്ററും ചപ്പാത്തി. ഐസ്ക്രീം നമ്മൾ റിച്ച് ഡാഡ് എന്നാണ് നമ്മുടെ ബ്രാൻഡ് നെയിം. റിച്ച് ഡാഡ് മാർക്കറ്റിൽ ഒരു 4 മാസമായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വർഷമാണ് നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ചെറിയൊരു രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിച്ച് ഡാഡ് എന്ന പേരിൽ ഐസ്ക്രീം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതുകൂടാതെ അഗ്രോ പ്രോഡക്ട്സ് ഉണ്ട്. അതെ അതെ, ഈ ഇളനാട് മിൽക്ക് കൂടാതെ. അതെ അതെ, അഗ്രോ പ്രൊഡക്ട്സിന്റെ പേര് ഇളനാട് തന്നെയാണ്. ഐസ്ക്രീം മാത്രമാണ് നമ്മൾ ഇത്തിരി കൂടിയും ഒരു മോഡേൺ നെയിമിലേക്ക് പോയത്. അത് നമുക്കൊരു ഗ്ലോബലി ഈ ഒരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളൊരു വിഷനാണ് അതിൻ്റെ പിന്നിൽ ഒരു റിച്ച് ഡാഡ് എന്നുള്ളൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തു. റിച്ച് ഡാഡ്. ഈ നിലവിലെ ഐസ്ക്രീം കമ്പനികളൊക്കെ വലിയ പരസ്യങ്ങളും കൊടുത്തൊക്കെയാണ് അതെ അതെ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നത്. നമ്മൾ ആ മേഖലയിലൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ടോ? അത് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരു നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്നാലും അതിന് പരസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു പരസ്യത്തിലൂടെ ഇത് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ആ പ്രൊഡക്റ്റ് സക്സസ് ആവുള്ളൂ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ വരും വർഷങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വെറും പാല് കച്ചവടം എന്നതിൽ നിന്നുപരിയായിട്ട് പാൽ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ സാധ്യത പുതിയ ലോകത്തുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ആ ഒരു മേഖലയിലുള്ള ഗവേഷണങ്ങൾ? നമ്മൾ കേരളത്തിൽ വേറൊരു ബ്രാൻഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മുടെ പ്രൊഡക്ട്സുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രൊഡക്ട്സ് തന്നെ നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ പനീർ, ബട്ടർ, യോഗട്ട്, കപ്പ് കേർഡ്, ഗീ, അതുപോലെ തന്നെ എല്ലാ തന്നെ പ്രൊഡക്ട്സിൻ്റെ ഒരു ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിലേക്ക് ഇപ്പോൾ നമ്മളെല്ലാ മോഡേൺ ട്രേഡും മെയിൻ സൂപ്പർ മാർക്കറ്റ് ചെയിനിലേക്കും നമ്മളൊരു ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷത്തോടെ അത് നല്ലൊരു രീതിയിൽ തന്നെ മാർക്കറ്റിൽ നമുക്ക് എൻട്രി ചെയ്ത്
അത് ജനങ്ങളിലേക്ക് ആ പ്രൊഡക്ട്സിൻ്റെ അവൈലബിലിറ്റി കൂടിയും എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയൊരു എയിം. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു മേഖല പുതിയ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഗവേഷണ വിങ്ങോ നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ R&D എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡിവിഷൻ ഉണ്ട്. അതിലൊരു ഏകദേശം നല്ലൊരു നോളജുള്ള കുറച്ച് പേര് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇറങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റും മറ്റു ബ്രാൻഡും ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അതിനൊന്നുകൂടിയും ഡെവലപ്പ് ചെയ്യുന്നതും പുതിയ പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതും അവർ തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം മാർക്കറ്റിൽ നിന്ന് തന്നെ എടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ സെൽഫായിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിങ് തന്നെ കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിലവിലുള്ള ഒരു ടേൺ ഓവർ എങ്ങനെയാണ്, നമ്മുടെ ഒരു ടാർഗറ്റ് എങ്ങനെയൊക്കെയാണ്? നമുക്ക് നിയർ ടു ഒരു 300 crore ആണ് ഇപ്പോൾ ടേൺ ഓവർ. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിയർ ടു ഒരു 500ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ. അതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ പ്ലാൻ ലക്ഷ്യമിടുന്നത്. ഈ പ്രത്യേകിച്ച് വ്യവസായികൾ വലിയ പേരും ദുഷ്പേരും ഒക്കെ നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതെ. അപ്പോൾ ഈ നിലവിലൊരു 300ൽ നിന്നും 500ലേക്ക് 1 year കൊണ്ടുള്ള ഒരു കുതിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? അതല്ല, ശരിക്കും നമ്മുടെ ഒരു നല്ലൊരു ടീം തന്നെ ഉണ്ട്. കാരണം നല്ല പ്രൊഡക്റ്റാണ്. ഒത്തിരി നമ്മൾ പ്രൊഡക്റ്റുകൾ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഏരിയകളിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഡിവിഷനും കാറ്റഗറി വൈസും നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ടേൺ ഓവർ ഹൈക്ക് വരും തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് പോണത്. നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ ടീമിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? ഘടന നമ്മൾ നോർമലി സോണൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ടീം സെറ്റ് ചെയ്യണത്. അത് പല കാറ്റഗറികളുണ്ട്. ഇപ്പോൾ മോഡേൺ ട്രേഡ്, ദെൻ നോർമൽ ഫുഡ്സ് എന്ന് പറയും, പിന്നെ മിൽക്കിൻ്റെ ചാനൽ, അങ്ങനെ ചാനലുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും വലിയ സ്കോപ്പുള്ള ഒന്നാണ് ഈ പാൽ ഉൽപ്പന്നങ്ങൾ. ഇതിൻ്റെ ഒരു വിദേശ വിപണി രക്ഷപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മളൊരു 10 രാജ്യങ്ങളിലേക്കെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മുടെ ഇപ്പോൾ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഗീയാണ് മെയിനായിട്ട് പോണത്. മറ്റു പ്രൊഡക്റ്റുകൾ നമ്മുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡയറി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ് നോർമലി. പിന്നെ ലൈഫ് കൂടിയ പ്രൊഡക്റ്റുകളാണ് നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ആദ്യം ഗീ നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു പ്രൊഡക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിനെ റിലേറ്റ് ചെയ്ത്. നമ്മൾ ആദ്യം പറഞ്ഞാൽ ഈ പാലുൽപ്പന്നങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഈ ടൈം ലിമിറ്റുമാണ്. ഈ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ നമ്മൾ നേരിട്ടത് പരിശോധിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞു, നമ്മൾ R&D ഓൾറെഡി നമ്മുടെ 16 ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഡെസ്പാച്ച് ചെയ്യുന്നത്. ടെസ്റ്റുകളുണ്ട് സ്റ്റേജ് വൈസ്. അത് ഇനീഷ്യലി നമ്മൾ ടാങ്കർ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ തന്നെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ബിഫോറും ആഫ്റ്ററും ക്വാളിറ്റി ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്തതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യണ വരെ നമ്മൾ അതിനെ ചെക്ക് ചെയ്തിട്ടാണ് ഡെസ്പാച്ച് ക്വാളിറ്റി നമ്മൾ പുറത്തേക്ക് പോണത്. ഇത് കൂടാതെ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റും നമ്മൾ എടുത്തിട്ട് റൂട്ടിങ് ചെക്കപ്പ് ചെയ്യും. അതാണ് R&D കൂടുതൽ ചെയ്യുക. മാർക്കറ്റിലത്തെ പ്ലാന്റിലത്തെ ഓൾറെഡി ചെക്കപ്പ് ഓൾറെഡി അതിൻ്റെ ഒരു ക്വാളിറ്റി ടീം പ്ലാന്റിൻ്റെ ഉള്ളിലുണ്ട്. അവരത് ഫോക്കസ് ചെയ്ത് ചെയ്യും. കേരളത്തിൽ ഈ പാൽ ഉൽപ്പന്നങ്ങളുമായി ഇറങ്ങുന്ന സംരംഭകന് ഫസ്റ്റ് റൈവൽ അഥവാ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നിലവിലുള്ള മിൽമയുടെ ഒരു അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ഒരു ബോധമാണ്. അതിനെ മറികടന്നാൽ മാത്രമേ നമുക്കൊരു വലിയ ബ്രാൻഡായിട്ട് അറിയപ്പെടാൻ പറ്റും. അങ്ങനെ നിലവിൽ അങ്ങനെ മിൽമയുമായിട്ട് കമ്പയർ ചെയ്തെന്തെങ്കിലും? നമ്മൾ മിൽമേനെ അങ്ങനെ ഫോക്കസ് ചെയ്യണില്ല. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാനും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സർവീസ് നല്ല രീതിയിൽ കൊടുത്ത് സപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു സൗത്ത് ഇന്ത്യ അത് ഓൾ ഇന്ത്യ എന്നൊരു വിഷനിലാണ് പോണത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ സാധാരണ ചെയ്യാറില്ല. ഈ തൃശ്ശൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്, ഒരു 3 സെൻറ്റിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അതെ. ആ കാലഘട്ടത്തിലെ ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നിരവധി ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭകനായിട്ടാണ്. അപ്പോൾ അന്നത്തെ ബാല്യകാലവും ഇപ്പോഴത്തെ ഒരു കാലം നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ എങ്ങനെ തോന്നാറ്? രണ്ട് കാലഘട്ടങ്ങളിലുള്ള ഒരു വ്യത്യാസം?
എപ്പോഴും നമുക്ക് നമ്മൾ ഓരോ നിമിഷം കഴിയും തോറും ഇപ്പോൾ ഇന്നത്തെ അറിവായിരിക്കില്ല നാളെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തകളിൽ നിന്ന് നാളെ നമ്മുടെ ചിന്തകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അന്ന് നമുക്ക് എത്രത്തോളം ഇങ്ങനെ വലുതാക്കണമെന്നോ വലിയ ഒരു നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബിസിനസ്സുകാരനാവണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു ലെവലിൽ അന്ന് ഇപ്പോൾ ഞാൻ പഠിക്കണ MBAക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും ഇന്നത്തെ ഒരു ലെവലിൽ നമ്മൾ ബിസിനസ്സുകാരനാവണം എന്നുള്ളതാണ് നമ്മൾ നോർമലി പറയുക. പക്ഷേ അത് എന്താണ് ഒരു ബിസിനസ്സുകാരൻ, അത് എന്തൊക്കെയാണ് അതിൻ്റെ ഏരിയകൾ, എന്തൊക്കെ ഏരിയകളിൽ വിജയിച്ചാലാണ് നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അതിനൊന്നും കുറിച്ചൊരു വ്യക്തമായ ക്ലാരിറ്റി അന്നത്തെ ചെറുപ്പകാലങ്ങളിൽ ആർക്കും ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് ഈ ഒരു വർഷം ആവും അടുത്ത വർഷത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ടാവും. അടുത്ത വർഷത്തെ പ്ലാനുകൾ ഒന്നുകൂടിയും നമുക്ക് ക്ലാരിറ്റി ആവണമെങ്കിൽ അടുത്ത വർഷം ആവണം. അതിൽ എത്ര ശതമാനം നമ്മൾ അച്ചീവ് ചെയ്തു, എത്ര അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തതെന്നൊക്കെ അടുത്ത വർഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിൽ എത്ര ശതമാനം നമുക്ക് ആ ആക്യുറസി, നമുക്ക് പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്യണതിൻ്റെ ആക്യുറസി എത്ര ശതമാനം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നോ അത്ര ശതമാനമായിരിക്കും നമ്മുടെ വിജയവും നമ്മുടെ ഡെവലപ്മെൻറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് സ്വപ്നം കാണുന്നതും അച്ചീവ് ചെയ്യണതിനും ചിന്തിക്കണതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഇത്തിരി ക്ലാരിറ്റി വരാം. ഓരോ വർഷങ്ങളിൽ അതിൻ്റെ അപ്ഡേഷനുകളും ആയിട്ടാണ് നമുക്കത് ഇത്തിരി ക്ലാരിറ്റി വരാം. അല്ല, എന്തെങ്കിലും ഒരു പക്ഷേ ഈ സൈക്കിളിൽ പാലുമായിട്ട് നടന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ, ഞാനിങ്ങനെ ഒരു സംരംഭത്തിൻ്റെ MD ആകുമെന്നോ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമെന്നോ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്, അത് ഒരിക്കലും അന്നത്തെ ഒരു പ്രായത്തിൽ ഒരു ബിസിനസ്സുകാരനാവാ എന്നുള്ളത്. പക്ഷെ ആ ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഇതിൽ ഓരോ കാര്യങ്ങളിലും നമുക്ക് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്കൊരു വ്യക്തത വരുന്നത്. അന്നൊരിക്കലും നമുക്കത് എത്ര എന്നുള്ളത് അത് പല ഏരിയകളിലായിരിക്കാം. കുറേ നമുക്കുള്ള സ്റ്റാഫുകളുടെ എണ്ണത്തിലായിരിക്കാം, അല്ലെങ്കിൽ ടേൺ ഓവറിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും. എത്ര എന്നുള്ളത് അന്ന് നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ അറിവിൽ ഒരു ജസ്റ്റ് നമുക്ക് ആഗ്രഹം മാത്രമാണുള്ളത്. ആഗ്രഹത്തിൻ്റെ പിന്നിൽ പോകുമ്പോഴാണ് ഈ പല ഏരിയകളിലുള്ള നമ്പേഴ്സ് നമുക്ക് കൂടി വരുന്നത്. ഈ പാരമ്പര്യമായിട്ട് വെള്ളിക്കരണ്ടിയായിട്ട് നമ്മൾ വന്നതല്ല, അല്ലെങ്കിൽ ഒരു പാരമ്പര്യ ബിസിനസ് സാമ്പത്തുമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ അറിയില്ല. ഈ പിന്നിട്ട വഴികളിൽ ഒരുപാട് പേരുടെ സഹായങ്ങൾ നമുക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമ്മൾ ഏളനാട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വന്നതും അങ്ങനത്തെ ഒരു സംഭവത്തിനാണ്. അപ്പം നമുക്കൊരു ആഗ്രഹത്തിന് പിന്നാലെ പോയപ്പോൾ അന്ന് ഒരു ബാങ്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് അവിടെ സഫലമായത്. കാരണം ആ ഒരു ബാങ്കിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഏളനാട് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചതും നമുക്ക് അവിടെ ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടന്നതും. അതിനുശേഷം തന്നെ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിലും നമുക്ക് പല വ്യക്തികളുടെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ഒരു വിഷനിൽ പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ലെവലിൽ എത്താനും പറ്റിയത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ആ വ്യക്തികളെ ചിലപ്പോൾ നമുക്കൊരു ദൈവമായിട്ട് തോന്നാം ആ സമയത്ത്. അതേപോലെ നോർമലി എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമുക്ക് ചില വീഴ്ചകളുണ്ടാവും. അപ്പോൾ ആ വീഴ്ചകളുടെ സമയത്ത് നമുക്കൊരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു കാരണത്തിൽ സപ്പോർട്ടായിട്ട് വരുന്നവരുണ്ടാവും. ആ സമയത്ത് നമുക്കതൊരു വലിയൊരു സഹായമാണ്. അതെല്ലാവർക്കും വരും. അത് ഓട്ടോമാറ്റിക് നമ്മൾ ഒരു എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമുക്കത് വീണ്ടും വരും. നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മൾ വേണ്ടാന്ന് ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാലും കുറേ നാൾക്ക് ശേഷം ആഗ്രഹം വീണ്ടും ചിലപ്പോൾ വരാം. വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങണം എന്ന ലക്ഷങ്ങളുടെ കൈപുള്ളിയാണ് നമ്മൾ സംരംഭം നിർത്തുക. അതെ, നിർത്തുന്നിടത്ത് നമ്മൾ മറ്റൊരു തൊഴിലിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അതെ. അല്ല, അന്ന് നിർത്തുന്ന സമയത്ത് നമ്മളിത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവണം. കാരണം അത്രയും തടസ്സങ്ങളും അത്രയും ഫിനാൻഷ്യൽ ലയബിലിറ്റിയും നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചെറുപ്രായത്തിൽ നമുക്കൊരു 25 വയസ്സിൽ ആ ഒരു ലോസ് ബെയർ ചെയ്തിട്ട് നമ്മളത് നിർത്തിയത്, ആ സംരംഭം അവിടെ നിർത്തിയത്. അതിനുശേഷം ഈ ഒരു ഇതിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല എന്നുള്ളത് നമ്മൾക്കറിയാലോ. എപ്പോഴും നമുക്കൊരു വലിയൊരു വീഴ്ച പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു റിസ്ക് ഇനി എടുക്കണ്ടെന്ന്. അപ്പോൾ അതോടെ നമ്മൾ പ്രൊക്യൂർമെൻറ്റ് പ്രൊഡക്ഷനും അന്ന് അവിടെ നിർത്തിയതാണ്. പിന്നെ സെയിൽസ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. പിന്നെയും നമ്മൾ കുറേ നാൾക്ക് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഞാൻ പറയുമല്ലോ, ഇന്നലത്തേക്ക് വിട്ട് ഇന്ന് വളരണം എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ വീണ്ടും തുടങ്ങിപ്പോയതാണ് ഈ ഒരു സംരംഭം.
പക്ഷെ തുടങ്ങി അതൊരു വലിയത്തെ ഒരു രീതിയിൽ വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരാജയം, വലിയൊരു പരാജയം കണ്ടതിന് ശേഷമാണ് ഒരു വലിയ വിജയം കാണാൻ പറ്റിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഏതിനും അതിൻ്റെ ഒരു സമയമുണ്ട്. ഈ രണ്ടാമത്തെ ഒരു സമയം ഡിസിഷൻ നമ്മുടെ തന്നെ ആയിരുന്നു, അതോ വേറെ ആരെങ്കിലും നമുക്കത് ചൂണ്ടിക്കാണിക്കുന്നതാണ്? അല്ല 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 ഓട്ടോമാറ്റിക് അത് നമ്മൾ തന്നെ സ്വയം തോന്നിയതാണ് നമുക്ക്. ഈ ഇത്ര വലിയൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ സ്റ്റാഫുകളായിട്ടും ബാക്കിയുള്ളവരോടുള്ള നമ്മുടെ ഒരു ഇടപെടലാണ് ഇതിൻ്റെ ഒരു വിജയത്തിന് കാരണം. എങ്ങനെയാണ് നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് ചിന്ത എങ്ങനെയാണ്? അല്ല, നമ്മളൊരു സൈക്കോളജിക്കലായിട്ട് എപ്പോഴും നമുക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു അതായത് ഒരു മുതലാളി തൊഴിലാളികൾ എന്നൊരു കൺസെപ്റ്റ് നോർമലി അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. നോർമലി നമ്മൾ ഞാനും കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അവരും കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാം ചിന്തിക്കാറും നമ്മൾ ചെയ്യാറും. അപ്പോൾ അങ്ങനെ അവിടെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റും വേറെ ഇതൊന്നും ഇല്ല. ഈ MPhil വരെ പഠിച്ച ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ പഠനകാലം ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ പഠനകാലം നല്ല രസമാണ്. കാരണം ഗ്രാജുവേഷൻ ഓട്ടോമാറ്റിക് ഓൾറെഡി നമുക്ക് കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല. അന്നത്തെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ കാരണം ചെറുപ്പകാലം ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതാണല്ലോ പത്രം ഇടാനും പേപ്പർ ഇടാനൊക്കെ പാലിടാനൊക്കെ പോകേണ്ട വന്നത്. അതിനുശേഷം MBA ഞാൻ ആലപ്പുഴയാണ് പഠിച്ചത്. കളർകോട് IMK എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കേരള. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന MBA ആണ് ഞാൻ അവിടെ ചെയ്തത്. അതിനുശേഷം MPhil ചെയ്ത് MG യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ എൻട്രൻസ് എഴുതി കിട്ടി MG യൂണിവേഴ്സിറ്റിയിലാണ് ഒരു വർഷം MPhil ചെയ്തത്. അതാണ് പഠനം നല്ലൊരു കാരണം. ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റിയതൊക്കെ നമുക്ക് റെഗുലർ സ്റ്റഡി ആയിട്ട് യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഒരു തൊഴിൽ മേഖല വയ്ക്കുകയാണെങ്കിൽ ഏതിലേക്കായിരിക്കും? ഒരു ഗ്രാജുവേഷൻ ടൈമിലൊക്കെ ഇത്തിരി കൂടിയും പോലീസിലേക്ക് ഇറങ്ങി ഇത്തിരി താല്പര്യം. ആഫ്റ്റർ പിന്നെ MBA MPhil ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ബിസിനസ്സിലേക്ക് വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചിലപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് പോയാണ്. അതെ 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 അതെ. ഇപ്പം എൻ്റെ ഒരു റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു MG അവിടെ പഠിക്കുമ്പോൾ. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആളിപ്പോൾ ഫാറൂഖ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പോൾ അതേപോലെ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കോളേജിൽ പോയേനെ. ഇപ്പോൾ ആദ്യമായിട്ട് ഈ നമുക്കൊരു പാല് ഏജൻസി തരുന്ന ഒരാളുണ്ടാവില്ല, ആദ്യമായിട്ട് ആരാ നമ്മുടെ കയ്യിൽ ഇത്ര ഒരു പാല് ഏൽപ്പിക്കുന്നത്? ആക്ച്വലി അത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. ആ സുഹൃത്തും ഇതേപോലെ ഞാൻ പാലിടുമ്പോൾ അവനും വീടുകളിലേക്ക് പത്രം ഇടുമ്പോൾ അവൻ വീടുകളിലേക്ക് പാലിടാറുണ്ട്. അപ്പോൾ അന്ന് അവന് അതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിനുശേഷമാണ് എനിക്ക് തന്നത്. സുഹൃത്തിൻ്റെ ഏജൻസിയാണ് തന്നത് എടുത്തത്. അന്ന് നമുക്ക് എത്ര കവർ പാലിൻ്റെ ഇതുണ്ടായിരുന്നു? അന്ന് നമുക്കൊരു ഏകദേശം ഒരു 100 പാക്കറ്റ് പാലാണ്. ഈ 100 പാക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അന്നൊരു ഒരു മാസം പത്രം ഇടാൻ പോകുമ്പോൾ 350 രൂപ കിട്ടാം. അപ്പോൾ ഈ ഒരു പാല് നമുക്ക് 100 പാക്കറ്റ് പാലിടാൻ പോകുമ്പോൾ ഒരു പാക്കറ്റുമ്പോൾ എൻ്റെ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ 40 പൈസയാണ് മാർജിൻ. അന്ന് ഏകദേശം 6 രൂപയാണ് ഒരു പാക്കറ്റ് പാലിൻ്റെ കോസ്റ്റ്. ഇന്ന് അത് 28 രൂപയാണ്. അപ്പോൾ 6 രൂപ വരെ പാലുമ്പോൾ 40 പൈസയാണ് മാർജിൻ കിട്ടുക. അപ്പോൾ 100 പാക്കറ്റ് വിടുമ്പോൾ നമുക്കൊരു ദിവസം 40 രൂപ കിട്ടും, ഒരു മാസം 1200 കിട്ടും. പത്രം ഇടുമ്പോൾ 350 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ പാലും പത്രം കൂടി ആഡ് ചെയ്ത് പിന്നെ പത്രത്തിനേക്കാളും കൂടുതൽ പാലിലേക്ക് ഫോക്കസ് ചെയ്ത് പാലിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ഒരു വീട്ടിലും നമുക്ക് ഫിനാൻഷ്യലി വളരെ ആവശ്യമായിരുന്നു. പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ടാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫണ്ടും പഠിക്കാനും നമുക്ക് ആവശ്യമാണ്, വീട്ടിൽ കൊടുക്കാനും ആവശ്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ പാല് കൂടുതൽ പാക്കറ്റുകൾ ചെയ്തു. അങ്ങനെ നമ്മൾ ഇത്തിരി വലുതായി അങ്ങനെ വന്നു. വീടിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അച്ഛൻ, അമ്മ? ഞങ്ങൾ 3 ആൺകുട്ടികളായിരുന്നു. അച്ഛനും അമ്മയും. ഒല്ലൂർ തന്നെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അപ്പോൾ ചേട്ടപ്പോൾ ജോലി ചെയ്യാണ് ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ. അനിയൻ എൻ്റെ കൂടെ ഉണ്ട്. അനിയനാണ് പ്രൊഡക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും മാരീഡാണ്. അങ്ങനെ പോണു. ഭാര്യ, കുട്ടികൾ? എനിക്ക് 3 കുട്ടികളാണ്, 2 ആൺകുട്ടി, ഒരു പെൺകുട്ടി. 100 കവർ പാല് കൊടുത്താണ് നമ്മൾ അന്നത്തെ ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നത്. നിലവിൽ നമ്മൾ എത്ര വീടുകളിൽ ഇളനാടുകൾക്ക് രാവിലെ എത്തിക്കുന്നുണ്ട്? നമ്മൾ ഏകദേശം ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു 3 ലക്ഷം വീടുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ട്. 3 ലക്ഷം വീടുകളിൽ എത്തുന്നുണ്ട്. ഈ നിലവിൽ പാലിൻ്റെ വില വർദ്ധിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരു ജീവിത രീതി വെച്ചിട്ട് പാലൊരു അവശ്യ ഘടകമാണ്. പല സാധാരണക്കാർ വീടുകളിലും
കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും കടന്നു വരുന്നുണ്ടോ? സാധാരണക്കാരായവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു മിൽക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പാലിൻ്റെ വില എന്ന് പറയുന്നത് വളരെ ഒരു കോമൺ വിലയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-56 രൂപയാണ് 1 ലിറ്റർ പാലിന് വില വരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ചിട്ട് ഏകദേശം ആ റേറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട്, കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ എൻ്റെ ഒരു ചെറുപ്പകാലത്ത് 6 രൂപ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 28 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ പാലിൻ്റെ വില. അപ്പോൾ ഈ ഒരു ആവശ്യ ഘടകത്തിൻ്റെ ഈ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് നമ്മൾ അതിൻ്റെ പ്രൈസ് കൂട്ടേണ്ട ഒരു അവസ്ഥ വരാണ്. അത് നിർബന്ധമായിട്ടും അത് ഓട്ടോമാറ്റിക് വരും. കാരണം എല്ലാ ഐറ്റത്തിനും അങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ നമുക്ക് എങ്ങനെയാണ് അതിനെ കോസ്റ്റ് പിടിച്ചു നിർത്താൻ പറ്റുക എന്നുള്ളത് കൂടിയും ശരിക്കും പഠിക്കണം. ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയോട് നമുക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇത് അതായത് നമുക്കൊരു നല്ല ഒരു സ്വപ്നം കാണാൻ പറ്റണം. അതായത് എത്രത്തോളം വലുതായി കാണാൻ പറ്റണോ അത്രത്തോളം വലുതായി കാണണം. അതിന് കറക്റ്റായ ഒരു എന്താ പറയുക പ്ലാൻ ഉണ്ടാവണം, വിഷൻ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. മനസ്സിലാവേണ്ട. പക്ഷേ എല്ലാവർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു സമയത്ത് നമ്മളൊരു സ്വപ്നം കാണും. ആ സ്വപ്നം എത്രത്തോളം അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു പാഷൻ കൂടി ഉണ്ടാവണം. വെറുതെ ഒരാൾ ചെയ്യുന്നത് കണ്ട് അതേപോലെ ആവണം എന്ന് ഒരു സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് അതുമായിട്ട് ഒരു പാഷൻ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാഷൻ കൂടിയുള്ള ഒരു സബ്ജക്റ്റ് മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. മനസ്സിലാവും. വേറൊരു വ്യക്തി വളർന്നു വന്നത് കണ്ട് അതിൽ നമുക്ക് പാഷൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ആ വളർച്ച കണ്ടിട്ട് നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് കൂടിയും തിരഞ്ഞെടുത്ത് അതിൽ വളരാനും കൂടി പ്ലാൻ ചെയ്താൽ മാത്രമേ ഒരു കൃത്യമായ വിഷൻ വേണം. ഇപ്പോൾ എല്ലാവരും എവിടെന്നെങ്കിലും ഒരു ലോൺ എടുക്കുക, ഒരു ബിസിനസ് തുടങ്ങുക, കുറച്ചാൾ ഓടിക്കാൻ നിർത്തുക. കേരളത്തിൽ സക്സസ് ആയതിനേക്കാൾ അതിൻ്റെ 10 മടങ്ങാണ് നിർത്തിപ്പോയ ബിസിനസ്. അതെ. ഇപ്പോൾ ഒരു ചെറിയൊരു സർവേ പ്രകാരം തന്നെ നമുക്കൊരു 100 സംരംഭം 5 വർഷം തയ്ക്കുന്നത് മാക്സിമം 5 സംരംഭങ്ങളാണ്. 95% അതാണ്. പക്ഷേ ഇപ്പോൾ ഇനി അത് മാറ്റങ്ങൾ വരാം എന്നുള്ളത് നോക്കേണ്ടി വരും. ഇപ്പോൾ ഓണക്കാലമാണല്ലോ, എങ്ങനെയാണ് ഇളനാട് മിൽക്കിൻ്റെ ഒരു ഓണം? എങ്ങനെ നമ്മൾ ഈ ഒരു വർഷം നല്ല രീതിയിൽ തന്നെ ഓണത്തിന് നമ്മുടെ ഉപഭോക്താക്കൾക്ക് പാല് എത്തിക്കാം എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം അത് എത്ര ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്വന്തമായിട്ട് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാരണം തന്നെ നമുക്ക് ഒരു ഏകദേശം 20-25% നമുക്ക് അഡീഷണൽ മിൽക്ക് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് വരുമ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിന് അത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മിൽക്ക് നമ്മളെപ്പോഴും അഡീഷണൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഓണത്തിന് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നോടൊപ്പം ഒരു ചോദ്യം കൂടി, ഇത് ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന തെറ്റിദ്ധാരണയുടെ ഒരു ചോദ്യമാണ്. ഈ പാലിൽ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പൊടി കലർത്തുന്നു, അല്ലെങ്കിൽ മറ്റു ചില സംവിധാനങ്ങൾ, ഒരുപാട് ആക്ഷേപങ്ങൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ രംഗത്തുള്ളതായിട്ട് അറിയാമോ? ഈ ഫസ്റ്റ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഇത് എന്തെങ്കിലും ഒരു പൊടിയാണെന്നാണ്. പക്ഷേ ഇത് പാൽപ്പൊടിയാണ്. അതായത് പാല് എക്സസ് ആവുന്ന സമയത്ത് ആ പാലിൽ നിന്ന് ഫാറ്റ് മാറ്റി SNF എന്ന് പറഞ്ഞാൽ സോളിഡ് നോട്ട് ഫാറ്റ്, അതിനെയാണ് നമ്മൾ പൊടിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോർമലി. ഓക്കെ, എപ്പോഴും 1 ലിറ്റർ പാലിൽ 4% ആവറേജ് ഫാറ്റ് ഉണ്ടാവും, 8% SNF ഉണ്ടാവും, ബാക്കി 88% വെള്ളമാണ്. ഈ 88% വെള്ളത്തിനെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് വേപ്പറാക്കിയിട്ട് വിട്ട് അതിലത്തെ ഫാറ്റ് മാറ്റി കഴിഞ്ഞാൽ 8% ഉള്ള SNFനെയാണ് നമ്മൾ പൊടിയാക്കി വെക്കുന്നത്. ഓക്കെ, ഈ SNF ഉള്ള പൊടി, ഈ പൊടിയാണ് നമ്മൾ മിൽക്കിലേക്ക് ചേർക്കുന്നത്. ഈ മിൽക്കിലേക്ക് പൊടി ചേർക്കാതെ ഒരു ബ്രാൻഡിനും അല്ലെങ്കിൽ ഒരു പൗച്ച് മിൽക്കും മാർക്കറ്റിൽ ഇറക്കാൻ പറ്റില്ല.
അപ്പോൾ രണ്ട് കാര്യമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിൽ നിന്ന് മേക്ക് ചെയ്യണതാണ്, അല്ലാതെ വേറെ ഒരു കെമിക്കലോ അല്ലെങ്കിൽ വേറെ ഒരു എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന പൊടിയല്ല. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പൊടി ചേർക്കാതെ ഒരു പാക്കറ്റ് പാലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് 8.5 വേണം സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന പാലിന് SNF. നമ്മൾക്ക് സാധാരണ പശുക്കളിൽ നിന്ന് കിട്ടുമ്പോൾ അത് 8%, 8.1 ഉണ്ടാവുള്ളൂ. ഈ 0.4 8.1നെ 8.5 ആക്കാൻ ഈ 0.4 അല്ലെങ്കിൽ അതാണ് പൊടിയായിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്യണത്. അപ്പോൾ രണ്ട് കാര്യം, ഒന്ന് നിർബന്ധമായിട്ട് നമുക്ക് ചേർക്കുന്നത് പാൽപ്പൊടി തന്നെയാണ്, അതിൽ ഒരു ദോഷവും ഉപയോഗിക്കുന്നവർക്കും ഉണ്ടാവില്ല. ഓക്കെ. നമുക്ക് പിന്നെ ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. 8.3 ആണ് നമുക്ക് കൗ മിൽക്കാണ് ഇളനാട് ഇറക്കുന്നത്, ടോണ്ട് മിൽക്ക് ഇല്ല. ഇതിന് വേണ്ടത് 8.3 ആണ് SNF വേണ്ടത്. ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ പാലിൽ 8.1 ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക് 0.4 ഉപയോഗിക്കുന്നതിന് പകരം ഞങ്ങൾക്ക് 0.2 ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൗ മിൽക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ ഇറക്കിയത്. ടോണ്ട് മിൽക്ക് ഇറക്കാത്തതും അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ് പൗഡർ യൂസ് ചെയ്യുന്നത്. കാരണം 8.1നെ 8.3 ആക്കിയാൽ മതി. ഇത് ഈ ക്വാളിറ്റി നമുക്ക് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സബ്സ്റ്റാൻഡേർഡ് ആവും. അത് ഫുഡ് സേഫ്റ്റി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റാൻഡേർഡ് പ്രകാരം കേസ് എടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് പൊടി ചേർക്കാതെ മാർക്കറ്റിൽ ഒരു പൗച്ച് മിൽക്കിന് ഇറക്കാൻ പറ്റില്ല. പൊടി എന്ന് പറഞ്ഞത് പാൽപ്പൊടിയാണ്, വേറൊരു കൃത്രിമ പൊടിയല്ല. ഈ രണ്ട് കാര്യം നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഈ ഓണത്തിന് എത്ര അധിക വിൽപ്പനയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്? നമുക്ക് ഓൾറെഡി ഒരു 3 times സെയിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. ഓൾറെഡി ഇപ്പോൾ റെഗുലർ ചെയ്യുന്ന വോളിയത്തേക്കാളും ഒരു 3 ഇരട്ടി സെയിൽ നമുക്ക് ഓണത്തിന് ഉണ്ടാവും. നിലവിലുള്ള ടേൺ ഓവറിൽ നിന്ന് ഇരട്ടിയാണ് നമ്മുടെ വരും വർഷത്തെ ലക്ഷ്യം. അതെ. ഫ്രാഞ്ചൈസികൾ മേഖലയിലേക്ക് കടന്നില്ല. അപ്പോൾ അത്രമാത്രം തൊഴിൽ സാധ്യതകളും വരുന്നില്ല. അതിനെങ്ങനെയാണ് ആളുകളെ എടുക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ നമുക്കിപ്പോൾ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. അഡീഷണൽ നമ്മുടെ പ്രൊഡക്ട്സുകളായിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, പുതിയ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സിന് കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തേടി വരുന്ന ആർക്കും ഒരു തൊഴിലും ഉറപ്പാണ്. അതെ. കാരണം ആർക്കും ഒരു സംരംഭം തുടങ്ങാൻ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണറാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് 3 ഡിവിഷനിലായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും. ഐസ്ക്രീമിൽ കൊടുക്കാം, അഗ്രോ പ്രൊഡക്ട്സിൽ കൊടുക്കാം, മിൽക്ക് പ്രൊഡക്ട്സിൽ നമുക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ ഒരു വിപണന സാധ്യത പഠിച്ചോ? അതായത് നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നല്ല സർവീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആഡ് ഓൺ ചെയ്തത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തെക്കൻ കേരളത്തിൽ സാന്നിധ്യം എങ്ങനെയാണ് നിലവിൽ? നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഈ വരും വർഷങ്ങളിൽ നമ്മൾ ഒത്തിരി കൂടിയും നല്ല രീതിയിൽ കുറച്ച് മെയിൻ ഷോപ്പുകൾ കൂടിയും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മളെല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രസൻസ് ഉണ്ട്. അതൊന്നും കൂടിയും നമുക്ക് ആ പ്രസൻസിനെ ഡബിൾ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വരുന്ന ഓണക്കാലത്ത് സംശുദ്ധമായ പാല് മാത്രമല്ല, കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് മനോഹരമായ നമ്മുടെ പ്രകൃതിദത്തമായ നമ്മുടെ നാടിൻ്റെ രുചിയടങ്ങിയ മനോഹരമായ ഐസ്ക്രീമുമായിട്ടാണ് ഇളനാട് മിൽക്ക് കൂടുതൽ വളരാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണോ ഗുജറാത്തിൽ നിന്നും അമൂൽ ഒരു വലിയ ബ്രാൻഡായിട്ട് വളർന്നു വന്നത്, അതേപോലെ തെക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നുമായി ഇളനാട് രാജ്യമെമ്പാടും അതുമാത്രമല്ല ലോകമെമ്പാടും വളരുന്ന മലയാളികളുടെ സ്വന്തം ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം.